Hey everyone, this is Afra, third year MBBS student ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് എവിടെ നിന്ന് ഇത്ര എനർജി വരുന്നതെന്നല്ലേ? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. കാരണം തീരെ പ്രൊഡക്റ്റീവ് ആവാത്ത ദിവസങ്ങളാണിത്. ഈ പ്രൊഡക്റ്റീവ് എന്ന സംഭവം തന്നെ ഒരു ഇമാജിനറി സാധനമായിട്ടാണ് ഞാൻ കാണല്. കാരണം നമുക്ക് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആവാനൊന്നും പറ്റൂല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളും എല്ലാ ദിവസവും നടന്നൊന്നും വരില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മോട്ടിവേറ്റർ ആവാം, ഒരു ഗൈഡ് ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാനൊരു ഇൻഫ്ലുവൻസും ആവാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ഞാനൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിലെ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന വീഡിയോ ഇടാം. എൻ്റെ തേർഡ് ഇയർ MBBS കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ആവാനായ സമയത്താണെങ്കിൽ ഞാൻ അധികം പഠിക്കുന്നില്ല. കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനുമാണ് എൻ്റെ എക്സാം. ഈ സബ്ജക്ട്സ് 2 സബ്ജക്ട്സ് വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങളോട് കുറച്ച് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് എങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കും കുറച്ച് പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. ഇനി വരാൻ പോകുന്ന വീഡിയോസിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്നെ സ്വന്തം തന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കാം. ഈ പ്രൊഡക്റ്റീവ് ജേർണിയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ബുക്ക് തുറന്ന് വെച്ച് ഉറങ്ങുന്ന ആൾക്കാരില്ലേ, ഇനി ബുക്ക് തുറന്നു വെച്ചിട്ട് അതിലിങ്ങനെ നോക്കിയിരുന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരും ഇല്ലേ. ഇതൊക്കെ നിങ്ങളുടെ ലൈഫൊക്കെ സെറ്റിൽ ആവണം, ഫ്യൂച്ചർ അടിപൊളി ആവണം എന്നൊക്കെ വിചാരിച്ച് കുറേ നേരം സ്വപ്നം കണ്ട് പക്ഷേ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരില്ലേ. അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ ഈ ജേർണിയിൽ ജോയിൻ ചെയ്യാം. കാരണം ഞാനും പഠിക്കാൻ പോവാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഫെയിൽ ആവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും പഠിക്കാനുണ്ട്. ഈ ഫസ്റ്റ് മുതൽ മീൻസ് തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് മുതൽ എന്താണോ ലാസ്റ്റ് വരെ എടുത്തത് അത് മൊത്തം സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഇൻറ്റേർണൽസിന് പോകാൻ വേണ്ടിയിട്ട്. ഫൈനൽ ആവറേജ് എക്സാം ആട്ടോ, ഫൈനൽ മോഡൽ എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വൈവേ ഉണ്ട്, പിന്നെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഇൻ്റർസോൺ വരാൻ പോണത്. ഞാൻ ഒപ്പനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർസോൺ ഒപ്പനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റഡി ലീവ് വരും. പിന്നെ വേണം ഫൈനൽ എക്സാം വരാൻ പോണത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാലങ്ങൾ ഞാൻ പോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പോവാണ്. പക്ഷേ ഇതിനിടയിൽ എനിക്ക് നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 വർഷം കഴിഞ്ഞു. ഇനി നിങ്ങളോട് എനിക്ക് എത്രയോ വിശേഷങ്ങൾ പറയാനുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറയാനുണ്ട്. പിന്നെ നിങ്ങൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കുറേ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടാവില്ലേ. ഈ ഷോർട്ട് വീഡിയോസിലൊക്കെ വെറും എൻ്റെ ഒരു 20% ഓഫ് ലൈഫ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ എഡിറ്റ് ചെയ്തിടുന്നത്, മീൻസ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത്. ബാക്കി 80% ഞാൻ എൻ്റെ പ്രൈവറ്റ് പേഴ്സണൽ ലൈഫായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ലൈഫിൽ നടക്കുന്നതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇടുന്നതെന്ന് ഒരിക്കലും വിചാരിക്കട്ടെ. അതിൽ 80% ഞാൻ എപ്പോഴും എൻ്റെ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ ലൈഫ് കാണുന്ന സമയത്തെ ഫുൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ ഹാപ്പിയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എനിക്ക് തന്നെ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വിഷമമായിട്ടിരിക്കുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് ഒരാളുടെ ലൈഫിലെ. അപ്പോൾ നിങ്ങളൊരാളുടെ ലൈഫ് കാണുന്ന സമയത്ത് ഒരിക്കലും വിചാരിക്കരുത് അയാളുടെ ലൈഫ് എന്ത് അടിപൊളിയായിട്ട് സെറ്റായി ജീവിക്കുകയാണല്ലോ, ഫുൾ ട്രാവലിംഗ് ആണല്ലോ എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണും, ജേർണിയൊക്കെ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുക. ആരെയും ഞാൻ നിർബന്ധിച്ച് കാണിപ്പിക്കുന്നതല്ലല്ലോ. സോ ഹാപ്പി വാച്ചിങ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വീഡിയോസൊക്കെ വരുന്ന സമയത്ത് അതിൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, ബൈ.